കോര വറ്റിച്ചതാണ് അച്ഛന് കറി. അച്ഛനിപ്പോൾ ഭയങ്കര ഡയറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ അച്ഛന് വേണ്ടി സ്പെഷ്യലായിട്ട് വേറെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കലാണ്. ഇതിപ്പോൾ നമ്മൾ കാശി കൊടുത്തു നോക്കട്ടെ. കാശീന്റെ റെസ്പോണ്ട് എങ്ങനെ നോക്കുക? കുട്ടികളെ മനസ്സിൽ കള്ളല്ല എന്നുള്ളതല്ലേ. കുറിച്ചു. ഹലോ മക്കളെ, അച്ഛൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സ്റ്റാർട്ടാകാൻ സാധ്യത കുറവാണ്. കുറേ ദിവസങ്ങളായി. സ്റ്റാർട്ട് ആവുമോ? അതില്ലേ എടുത്തോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ഇരുമ്പുളിന്റെ മരം. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയാണ് കേട്ടത്. നമുക്കൊന്ന് ഒരെണ്ണം കാശി കൊടുത്തു നോക്കാം കേട്ടോ. ഒരെണ്ണം എടുക്കട്ടെ. മുറിക്കാൻ സമയങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തു. ഞാൻ അവർക്ക് ഗിഫ്റ്റ്, അവൾ എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചു തന്നിട്ടുണ്ട്. അതെന്താ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമിക്കുകയാണ്. അച്ഛന് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് വരുന്ന ഞായറാഴ്ച എന്തായാലും നറുക്കെടുക്കണം, വിജയനെ കാണണം, സമ്മാനം കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹലോ മക്കളെ, അടുത്ത ബ്ലോഗിലേക്ക് സ്വാഗതം. കുറെ ആയില്ലേ ഞങ്ങളെ കണ്ടിട്ട്. അച്ഛൻ ആരോഗ്യവാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുമ്പ് ഫസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഞങ്ങൾ കഴിഞ്ഞൊരു മാസത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് നമ്മൾ നറുക്കിട്ടിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും 20% നിങ്ങൾക്കുള്ളതാണ്. നറുക്കെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വീണ്ടും ആക്റ്റീവായിട്ട് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അച്ഛന് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് വരുന്ന ഞായറാഴ്ച എന്തായാലും നറുക്കെടുക്കണം, വിജയനെ കാണണം, സമ്മാനം കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛാ, എന്താണ് അവരോട് പറയാനുള്ളത്? കാശിനും നോക്കട്ടെ. പ്രത്യേകിച്ച് എന്ത് പറയാനാ മക്കളെ, സുഖമില്ലാതിരുന്നു, ഇപ്പൊ ഒരുമാതിരി സുഖമായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിവതും ആഴ്ചയിൽ 2-3 വീഡിയോ എങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റെഗുലറായിട്ട് എടുക്കാൻ സാധിക്കും. ഇപ്പം റെഗുലറായിട്ട് എടുക്കാൻ പറ്റില്ല, അതിന് ആരോഗ്യം അനുഭവിക്കുന്നില്ല. അപ്പൊ ആരും മറക്കരുത്, നമ്മൾ വരുന്ന ഞായറാഴ്ച ലൈവ് വരും, നറുക്കെടുക്കും, പൈസ കൊടുക്കണം, കുറെ പണികളുണ്ടല്ലോ അച്ഛാ. ഞങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, വ്യക്തമായ കണക്കുണ്ട്. ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിക്കും. അതിലൊരു വ്യത്യാസമല്ല യൂട്യൂബ് എന്ന് ഞങ്ങൾ നിർത്തുന്നു. അതുവരെ ഞങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വീഡിയോകളും കുറവാണ്. അതുകൊണ്ട് തന്നെ നറുക്കിടാനും ഞങ്ങൾ വന്നിട്ടില്ല, ലോങ് വീഡിയോസ് ഒക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്നത്തെ ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളും ഞങ്ങൾ ഇവിടുത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ അല്ലേ അച്ഛാ. അപ്പൊ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്താ വെച്ചാൽ ഇതിൽ കിട്ടുന്ന വരുമാനത്തിന്റെ 20% നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്. ആ പൈസ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണണം. ഇപ്പൊ നമ്മൾ കുറെ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ യൂട്യൂബ് തന്നെ ഒരു ചവിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോ നല്ല ചൂടൊക്കെ ഇല്ല കേട്ടോ, നല്ല വെയിലാണ്ടില്ലേ. അങ്ങോട്ടൊക്കെ നോക്ക്, പറമ്പിന്റെ അങ്ങോട്ടൊക്കെ നോക്ക്, നല്ല വെയിലാണ്. നമുക്കൊരു ജ്യൂസ് കുടിച്ചാൽ ഉണ്ടാവും. യെസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മാങ്ങ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നീലം മാങ്ങേന്റെ സീസൺ ആണല്ലോ. അപ്പോൾ വൈഫ് അത് നല്ല കട്ട് ചെയ്ത് ഉഷാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മാംഗോ ജ്യൂസ് അടിക്കണം അല്ലേ. കേടാണ്, സീസൺ ആയിട്ടില്ല. തമിഴ്നാട്ടിൽ നീലം മാങ്ങേന്റെ സീസൺ ആയിന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വാങ്ങിയാണ്. നമുക്ക് ഈ ചൂടത്ത് ഒരു മാങ്ങ ജ്യൂസ് കുടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അച്ഛൻ കണ്ടില്ലേ, അച്ഛന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ഫുഡിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെ. പൊട്ടാസ്യം കുറച്ച് കൂടുതലുണ്ട് തന്നെ. മാങ്ങ, മണ്ണിന്റെ അടിയിലുള്ള കപ്പ, കിഴങ്ങ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഭയങ്കര ഡയറ്റ് കൺട്രോൾഡ് ആയിട്ടാണ് അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് 3 പേർക്കും പുതിയ ചെരുപ്പ് വാങ്ങിട്ടോ. എന്താട്ടോ കാശിക്ക് വാങ്ങിയത് നമ്മളെ VKCന്റെ ഈ ക്രോക്സ് ചെരുപ്പിന്റെ മോഡലാട്ടോ കാശിക്ക് വാങ്ങിയത്. ഇത് പച്ചന് കാശിക്ക് ഇടാൻ പോവാണ്. കാശി ഇട്ട ചെരുപ്പ് കണ്ടോ, അവൻ വലിയ ചെരുപ്പിട്ട് നടക്കുന്നത്. ഇത് എനിക്ക് വാങ്ങിയ ചെരുപ്പാട്ടോ. അവിടുന്ന് എനിക്കും വാങ്ങിയ ഒരു ചെരുപ്പ് അച്ഛനും വാങ്ങി. അച്ഛനും നല്ല സ്മൂത്ത് ആയിട്ടുള്ള വായിയൊക്കെ വാങ്ങി. ഞങ്ങൾക്ക് 3 പേർക്കും ചെരുപ്പ് വാങ്ങിട്ടോ. ആ ചെരുപ്പ് അച്ഛൻ കാശീനെ ഇടിച്ചോണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒന്ന് അച്ഛൻ റെഡിയാക്കി, ഞങ്ങൾ റെഡിയായി കൊണ്ടുവരികയാണ്. ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റീച്ചും കുറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് ചേട്ടന്മാർ നമ്മൾ റീച്ച് കുറച്ചിട്ടുണ്ട്. വീഡിയോ നമ്മൾ ഇറക്കുന്നത് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ആശുപത്രിയും കാര്യങ്ങളും അങ്ങനെ ചുറ്റി നടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ വീഡിയോ ഒക്കെ വളരെ കുറച്ചിരിക്കുന്നത്. പിന്നെ അച്ഛന്റെ ആരോഗ്യസ്ഥിതിയും കൂടി നമ്മൾ നോക്കണമല്ലോ. വീഡിയോ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മളെ വീട്ടുകാരെ കാര്യം കൊണ്ടല്ലേ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ വളരെ കുറവാണ്. കാശി തന്നോ ചെറിയ കുളിയൊക്കെ കുളിച്ച്, കാശി ഇങ്ങോട്ട് നോക്ക് കാശി. കാറിന്റെ അടുത്തേക്ക് പോവാ. തലയിലൊക്കെ എണ്ണ വെച്ച് കുളിച്ചിട്ട് നിൽക്കുകയാണ്. അച്ഛാ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖം തന്നെ. മൈക്ക് വെച്ചാ പറയൂ. അച്ഛൻ പറഞ്ഞോ സുഖാണോ? സുഖം തന്നെ.
ഗുളിയൊക്കെ എത്ര ഉണ്ട് ഇപ്പൊ? ദിവസം 8 ഉണ്ട്. 7 ഗുളിക ഉണ്ട് അല്ലേ? ഇപ്പൊ സംസാരിക്കുന്നതില് ചെറിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചിരിക്കുമ്പോഴൊക്കെ അല്ലേ മുഖത്തിന്റെ പ്രശ്നങ്ങൾ അല്ലേ, ചില എക്സ്പ്രഷൻസ് ഒന്നും അച്ഛന് ഇടാൻ പറ്റുന്നില്ല അല്ലേ അച്ഛാ? ആ, ഒന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അച്ഛന്റെ ഒരു ക്ഷീണമായ അവസ്ഥയും കൂടി ഞങ്ങൾ മാനിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ വളരെ കുറച്ച് വീഡിയോ ഒക്കെ ഇടുന്നത്. എല്ലാം ഉഷാറായി വരുന്നൊരു ദിവസം ഞങ്ങൾ എന്തായാലും തിരിച്ചു വരും. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്ന അച്ഛന്റെ ആരോഗ്യത്തിനാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ പല ദിവസങ്ങളിലും വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഞങ്ങളോടുള്ള സപ്പോർട്ട് നിങ്ങൾ കുറച്ച് കളയരുത് കേട്ടോ, അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മളിവിടെയുള്ള ഈ KCBന്റെ ലൈനിലേക്ക് ചേർന്ന് നിൽക്കുന്ന മരമൊക്കെ മുറിച്ച് മാറ്റി. വേണ്ട, KCB ലൈനിന്റെ അടുത്തുള്ള മേലക്കൂടെ ലൈൻ പോകണ്ടല്ലോ, അപ്പൊ അവിടെ അങ്ങോട്ട് പോകുന്നോണ്ട് തന്നെ ആ മരമൊക്കെ മുറിച്ച് മാറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ ലെവൽ ചെയ്ത് നമ്മളെ സപ്പോർട്ട മരം അങ്ങോട്ട് ചാഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ട മരത്തിന്റെ ചില്ലകളൊക്കെ പുറത്തുനിന്ന് വെട്ടി. അറിയുന്നമ്മേ കോര പറ്റിച്ചതാ ഇതല്ലേ? ഇന്നലെ വാങ്ങിയ കോര അല്ലേ? കോര പറ്റിച്ചതാണ് അച്ഛന് കറി. അച്ഛന് ഇപ്പൊ ഭയങ്കര ഡയറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളിപ്പോ അച്ഛന് വേണ്ടി സ്പെഷ്യലായിട്ട് വേറെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കലാണ്. ഇതിപ്പോ എന്തിനാ? മത്തി കിട്ടി, ഞാനല്ലേ കൂട്ടി തന്നെ. എവിടെ മത്തി? എവിടെ മത്തി? പൊളിച്ചോ? ഈ മത്തി ഞാനിന്ന് പോയി വാങ്ങിയ വലിയ മത്തിയാണ് കേട്ടോ. അമ്മ പറയുന്നത് ഇത് ടേസ്റ്റ് കുറവാന്ന് പറയുന്നത്. ഈ മത്തിക്ക് ഭയങ്കര നെയ്യല്ലേ? ഇതിന് കിലോ 200 രൂപ കേട്ടോ. ഇവിടുത്തെ വില നിങ്ങളുടെ നാട്ടിൽ എത്രയാ വില എന്നുള്ളത് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പൊ അമ്മ മത്തിക്കറി വെക്കാനുള്ള പരിപാടിയിലാണ്. അച്ഛന് വേണ്ടിയിട്ട് കോരക്കറി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. അതിനുവേണ്ടി പാലൊക്കെ എടുക്കുന്നുണ്ട്. ആളുകളുടെ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ അതിന്റെ ഇടയിൽ കൂടെ മീൻകറി തയ്യാറാക്കുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിനേക്കുള്ള മീൻകറി, ഇവർക്കുള്ള മീൻകറി ശരിയാക്കുന്നുണ്ട്. നേരത്തെ കാണിച്ചല്ലോ അച്ഛനുള്ള മീൻകറി. അപ്പൊ മാംഗോ എന്തൊക്കെ എടുക്ക്, ബാക്കി സാധനങ്ങളൊക്കെ. ഇന്ന് ജ്യൂസ് അടിക്കാൻ പോകണം ഞാൻ കേട്ടോ. വെറൈറ്റി ജ്യൂസ് ആണ് മാംഗോ ജ്യൂസ്. എങ്ങനെ നിങ്ങൾ ആരും അടിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ആരും കണ്ടില്ല. കഷ്ടപ്പെട്ട് കണ്ടോ, കഷ്ടപ്പെട്ട് മാങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ട് അതിനെ കയറിയ. അപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്നത് സുജാതേന്റെ ആണ് കേട്ടോ മിക്സി. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മിക്സി തോന്നുന്നില്ലേ ജ്യൂസ് അടിക്കാനൊക്കെ. ഇപ്പൊ ഇത് കമ്പനിയൊക്കെ മാറിയിട്ട് ഏതോ വേറെ കമ്പനി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സുജാതേന്റെ. 2 വർഷമായി, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ ഞാൻ ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് നമ്മൾ ആ മാങ്ങ മൊത്തം നമ്മൾ ഇടുകയാണ് ഇതിലേക്ക്. അതിൽ കിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പാല് ഇതിലേക്ക് ഒഴിക്കണം അല്ലേ? ഏട്ടെ ഇതൊക്കെ തൂക്കോ. നമ്മൾ ആവശ്യത്തിനുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിക്കട്ടെ. ഒഴിക്കുകയാണ് പാല് മൊത്തം ഒഴിച്ച്. വെള്ളം വേണ്ട. വെള്ളം നമ്മ കുറച്ച് വെള്ളം തരുമോ? കുറച്ച് വെള്ളം കൂടി എടുക്കട്ടെ. കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച്. പിന്നെ നമ്മളെ പഞ്ചസാര ആവശ്യത്തിനാണ്. അപ്പോൾ ഞാൻ 2, 3, 4 നോട്ടെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അച്ഛൻ കാശീനെ അവിടെ നിന്ന് ഒച്ചപ്പാട് ഇതാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മിക്സി ഓണാക്കാൻ പോവാണ്. ഇപ്പൊ നമ്മളെ മാംഗോ ജ്യൂസ് റെഡി. ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന കേട്ടോ കുറച്ച് വെളിച്ചത്തിന് വേണ്ടിയിട്ട്. ജ്യൂസ് എന്താ മേക്ക് ചെയ്യുന്ന അവിടെ നിന്ന് കിട്ടും ഇതേപോലത്തെ മാംഗോ ജ്യൂസ്. എനിക്ക് ഏതാല്ലേ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് വെള്ളം മൂറുന്നില്ലേ ഗൈസ്? ചേട്ടന്മാരെ, ചേച്ചിമാരെ, പെങ്ങന്മാരെ. അങ്ങനെ 3ാമത്തെ ഗ്ലാസ് ഒഴിച്ച് 3 ഗ്ലാസ് നിറഞ്ഞു. അച്ഛന് ഞങ്ങള് ഇപ്പൊ കൊടുക്കലില്ല. മാംഗോയില് പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലാണ്. അച്ഛന് പൊട്ടാസ്യം കൂടുതലായത് കൊണ്ട് തന്നെ അച്ഛന് മാങ്ങ, ഓറഞ്ച്, ഞാൻ പറഞ്ഞില്ലേ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനത്തെ ഉള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. ഭയങ്കര നിയന്ത്രണമാണ് ഇപ്പൊ അച്ഛന്റെ ഫുഡിലൊക്കെ. അതുകൊണ്ട് തന്നെ അച്ഛന് ഞങ്ങള് ജ്യൂസ് കൊടുക്കുന്നില്ല. ഞാൻ ജ്യൂസ് എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്താ പറയാ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, കറക്റ്റാ. മധുരത്തിന് മധുരവും മാങ്ങയ്ക്ക് മാങ്ങയോ പാലിന് പാലും അടിപൊളി. അല്ല JCB മുന്തി കാശിന്റെ എന്നാ അച്ചടിച്ച ജ്യൂസ് എന്നാ നമ്മൾ കാശി കൊടുത്തു നോക്കട്ടെ. കാശിന്റെ റെസ്പോണ്ട് എങ്ങനെ നോക്കുക? കുട്ടികളെ മനസ്സിൽ കള്ളല്ല എന്നുള്ളതല്ലേ. കുടിച്ചോക്ക്. ജൂച്ച് അല്ല, അവന് മധുരം ഇഷ്ടമല്ലാത്തോണ്ടോ ഗൈസ്? അവന് മധുരം ഇഷ്ടമില്ലാത്തോണ്ടോ? എന്നാ ജൂച്ച് വേണോ? എന്നാ പാടി വെള്ളം വെള്ളത്തിൽ ചില വെള്ളത്തിൽ കള്ളങ്ങൾ ഉണ്ടാവും കേട്ടോ. അവന് മധുരം ഇഷ്ടമില്ലാത്തോണ്ട് കേട്ടോ. ഞാൻ ചമ്മിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ജ്യൂസ് മേക്കിംഗ് കഴിഞ്ഞു. അച്ഛാ പുറത്തേക്ക് ഇറങ്ങില്ല ഇനി ഒന്ന്. ഓക്കെ. ഹലോ മക്കളെ, അച്ഛൻ വീണ്ടും വന്നിരിക്കുന്നു.
അച്ഛൻ ശക്തമായി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയാം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അച്ഛൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും ഹോസ്പിറ്റലിൽ അവിടെ എവിടെ ഫുൾ കളിയായിരുന്നു. പിന്നെ വീണ്ടും ഇന്നലെ തൊട്ടാണ് ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ തിരക്കായതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഇല്ല അച്ഛാ, ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അത് ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അച്ഛന്റെ ആരോഗ്യമാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛൻ എന്ത് വ്യത്യാസമാണ് വന്നതെന്ന് പറയാ? വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൃത്യനിഷ്ഠയായി. രാവിലെ എണീക്കും, ഒരു 2 കിലോമീറ്റർ നടക്കും, നടന്ന് തിരിച്ചു വന്നിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് 2 കഷ്ണം പുട്ടോ 2 കഷ്ണം ദോശയോ 2 ഇഡ്ഡലിയോ എന്തെങ്കിലും കൂട്ടി ചായ കുടിക്കും. ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി വിത്തിരിക്കുക. 12 മണിയാകുമ്പോ 1 പിടി ചോറും പിന്നെ ഒരു ഇച്ചിരി ഉപ്പേരി. അത് തന്നെ പരിപാടി. കൺട്രോൾ ആയിട്ടുള്ള ലൈഫിലേക്ക് പോയി. എത്ര കിലോ കുറഞ്ഞു പറഞ്ഞേ? 3 കിലോ കുറഞ്ഞു കേട്ടോ രാവിലെ നടക്കുന്ന കാരണം. അപ്പൊ അച്ഛനിപ്പോ എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്കും. എനിക്കിപ്പോ ഒരു 75% ശരിയായിട്ടുണ്ട്. 30% കൂടി ഉണ്ട്. 25% കൂടി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളെ ചില സാധനങ്ങളൊക്കെ അല്ല ചിരിക്കുമ്പോ ഈ അച്ഛന് മെയിൻ ആയിട്ട് പറ്റിയത് ഈ മുഖത്തിന്റെ ഇവിടെ, ഈ ഫേസിന്റെ ഇവിടെ ആയിരുന്നേ. ഫസ്റ്റ് തന്നെ അച്ഛന് ഞങ്ങളെ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് വൈകുന്നേരം ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുഖം ഇങ്ങനെ ആയി പോയിട്ട് പിന്നെ സംസാരിക്കാനൊന്നും പറ്റാണ്ട് വെളിയിൽ കൂടെ വെള്ളം വന്നു എന്ന് പറഞ്ഞ പോലെ ചില എക്സ്പ്രഷൻസ് ഒന്നും അച്ഛന് ഇപ്പൊ ഇടാൻ പറ്റുന്നില്ല. അപ്പൊ അത് നിങ്ങളൊരു കുറവായിട്ട് കാണരുത്. അച്ഛന്റെ ഒരു എന്താ പറയാ, ആ അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പൊ നിങ്ങൾ അച്ഛന്റെ അഭിനയം മോശമായി എന്നൊന്നും ആരും വിചാരിക്കരുത്, ഇല്ലേ? അതാ സ്ട്രോക്ക് ഇങ്ങോട്ട് നമുക്ക് കുറച്ചിങ്ങനെ നടക്കാം. അപ്പൊ അച്ഛന് നടക്കും കിട്ടും നല്ലതും ഉണ്ടാക്കാം. അപ്പൊ സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചിരിക്കാനൊക്കെ പറ്റും, ചില കാര്യങ്ങളൊക്കെ ഈ സാധനം കൊണ്ടുള്ളതൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഈ സ്ട്രോക്കിൽ വന്ന മെയിൻ പ്രശ്നം അതല്ല അച്ഛാ? അതെ. അങ്ങനെ പിന്നെന്തൊക്കെയാ പറയും? പിന്നെന്താ, ഇങ്ങനെ ഉഷാറാകാം അച്ഛൻ, ഉഷാറാകാം. ഉഷാറൊക്കെ ആവും. ക്രമേശാലേ ആകത്തുള്ളു. ക്രമേശ ഉഷാറാവും. നമ്മൾ ഗുണ്ടനെ കാണിച്ചിട്ടോ പുതിയൊരു പരിപാടിയാണ്. ഇതെവിടുന്ന കിട്ടിയത്? എവിടുന്ന കിട്ടിയേ? അപ്പൊ ഇന്നത്തെ അച്ഛന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? 2 ദോശ, പിന്നെ കോരമീൻ കറി വെച്ചത് കൊണ്ടായിരുന്നു ഇന്നലത്തെ. ഇന്നമ്മ വീണ്ടും വേറെ വെച്ചിട്ടുണ്ട്. അതാ ചോദിച്ചത്, ഞാൻ അടുക്കളയിൽ പോയി എടുത്തിരുന്നു. അച്ഛനിപ്പോ മെയിൻ ആയിട്ട് ഫിഷാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത് കുറേ കാര്യങ്ങളായിട്ട് കട്ടപ്പുറത്താണ്. കട്ടപ്പുറത്ത് പറഞ്ഞാല് സ്റ്റാർട്ടാക്കുന്നില്ല, മൂടി വെച്ചിരിക്കുകയാണ്. എടുത്തു കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര അതായത് കൊണ്ടുനടക്കാൻ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടാക്കുന്നില്ല. കുറേ ദിവസമായിട്ട് എടുത്തു വെച്ചതാണ്. അപ്പൊ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കണം. എന്താ വെച്ചാൽ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിക്കണം. സ്റ്റാർട്ട് ആകുമോ, പെട്രോൾ ഉണ്ടോ എന്നൊക്കെ വളരുന്നുണ്ട്, പെട്രോളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കണം. അപ്പൊ കുറെ കാലത്തിന് ശേഷം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സ്റ്റാർട്ടാകാൻ സാധ്യത കുറവാണ്. കുറേ ദിവസങ്ങളായി. സ്റ്റാർട്ട് ആകുമോ? വണ്ടി സ്റ്റാർട്ടായി ഗൈസ്. ഇത് പിടുത്തണ്ടോ? കൊറേ കാലായി. സക്സസ്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ സ്റ്റാർട്ട് ആവുന്നു. സ്റ്റാൻഡൊക്കെ ടൈറ്റ് ആയിക്കുന്നു. ഇതിലൊക്കെ ജാമായി. ഓടിച്ചു പോട്ടെ. കാശി ടാറ്റ ടാറ്റ. വാ വാ വാ. കൊറേ കാലത്തിന് ശേഷം ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കണം ഗൈസ്. വണ്ടിക്ക് ഒരു പ്രശ്നമില്ല.
ഭയങ്കര കൊണ്ടു നടക്കാൻ ഭയങ്കര പാടാ. കാറിനെക്കാളും പൈസ വേണം ഇത് കൊണ്ടു നടക്കണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ കട്ടപ്പുറത്ത് കയറ്റി 5-6 മാസമായിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വന്ന് സ്റ്റാർട്ടാക്കി നോക്കുന്നുണ്ട്. ഇപ്പൊ കുറെ ആയിട്ടൊന്നും ചെയ്യില്ല. അവിടെയൊക്കെ തുരുമ്പൊക്കെ പിടിച്ച് ഇതെന്തായാലും ഒന്ന് പണിക്ക് വെച്ചിട്ട് ഒന്ന് ഇറക്കണം. വലിയ പണിയൊന്നുമല്ല, ഓയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ചെയിനിന്റെ ലൂബൊക്കെ അടിച്ചിട്ട് ഒന്ന് ഇറക്കണം. നമ്മളെ പടക്കുതിരയാണ്. കുറെ 2014 അച്ഛാ, 2015 വാങ്ങിയതാണ്. കുറെ ആൾക്കാർ ചോദിച്ചുട്ടോ കൊടുക്കുന്നുണ്ടോ. ഞാൻ പിന്നെ കൊടുത്തില്ല, അവിടെ നിൽക്കട്ടെ. ഇനി ഇവൻ വലുതാവുമ്പോ ഇവന് ഓടിക്കാലോ, വലിയ ആളാവുമ്പോ ബുള്ളറ്റ്. ഇത് ഹിമാലയം വേണ്ട, ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ. ഹിമാലയൊക്കെ നമുക്ക് പിന്നെ മേടിക്കാം. ഇതിപ്പോ എന്തായാലും തൽക്കാലം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്തായാലും സക്സസ് ആണ്. നല്ല പണിയാണ് മേച്ച് നടക്കാന്ന് പറഞ്ഞാല്. വീണ്ടും പറയാണ്. ഇവൻ ഇതുവരെ അതിനുള്ളിൽ മുമ്പ് കയറിയിട്ടില്ല കേട്ടോ. ഈ കാശിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല, ഇവിടെ ഇരുന്നിട്ടില്ല. ഞാൻ പിന്നെ ഇവൻ വലുതായ പിന്നെ ഇത് അതിനു മുമ്പേ നിർത്തിയതാണ് ഇത് ഓടിക്കല്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ അത് സൈഡാക്കട്ടെ. അതിനുശേഷം ഞാൻ വേറൊരു സംഭവം കാണിച്ചുതരാം. ഈ ചങ്ങാതിക്കില്ലേ ഇരുമ്പൻ പുളിയില്ലേ, ഏറ്റവും പുളിയുള്ള സാധനമല്ലേ. ആ പുളിയൊക്കെ വായിട്ട് കഴിഞ്ഞാല് ഒരു പ്രശ്നമില്ല, നെവർ മൈൻഡ് ആണ്. ഇരുമ്പൻ പുളി നല്ല ഏത് പുളിയാണെങ്കിലും. അപ്പൊ അത് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ. അമ്മച്ചോ അതിന്റെ ഇടയ്ക്ക് ജനുവരി 31 ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. ഇതുണ്ട്, അതൊക്കെ ഇന്ന് രാവിലെ അടിച്ചു വാരി കേട്ടോ. കാണിച്ചേ, ആ മാവിന്റെ ഇല പഴുത്തിട്ട് ഫുള്ള് വീട് രാവിലെ മൊത്തം അടിച്ചു വാരി ഇട്ടതാണ്. ഈ നാളത്തേക്കുള്ളതായിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷത്തെ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ മുത്തപ്പങ്കാവ് പോയിട്ട് അവിടെ KTDC റൂമൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നിങ്ങള് എല്ലാവരും ആശംസകൾ കണ്ട് ഞാൻ യൂട്യൂബിൽ നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഞങ്ങൾക്ക് ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. അച്ഛന് സുഖമില്ല, അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കാനൊന്നും കേക്ക് മുറിക്കാനൊന്നും സമയങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തു. ഞാൻ അവർക്ക് ഗിഫ്റ്റ്, അവൾ എനിക്കൊരു ഗിഫ്റ്റും മേടിച്ചു തന്നിട്ടുണ്ട്. അതെന്താ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇരുമ്പൻപുളി വരെ തീറ്റിച്ച് കാണിച്ചു കൊടുക്കാം. വാ, കമോൺ ബോയ്. ഇതിലേതെടുക്കുക? മൂത്തത് ഇതാ മൂത്തത്. നിങ്ങൾ അടുത്തേക്ക് വാ, ഇരുമ്പുളി കാണിക്കേ. അയ്യോ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ചെസ്റ്റുണ്ടാക്കല. 20 ആയില്ലേ, എടുത്തോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ഇരുമ്പൻപുളിന്റെ മരം. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയാണ് കേട്ടത്. നമുക്കൊന്ന് ഒരെണ്ണം കാശി കൊടുത്തു നോക്കാം കേട്ടോ. ഒരെണ്ണം എടുക്കട്ടെ, ഒരു സെക്കൻഡ് ഇത് കഴുകി കൊണ്ടുവരട്ടോ. ഒന്ന് കട്ട് ചെയ്യും. ഇരുമ്പുളി ഞങ്ങൾ പറിച്ചിട്ടുണ്ട്, അത് കൊടുത്തു നോക്കാം അവര്. അപ്പൊ ഞങ്ങൾ അവന് കൊടുക്കുക കേട്ടോ. അസാധ്യ പുളി എന്ന് പറഞ്ഞാൽ പുളിപ്പാണ്, നോക്കിക്കോട്ടോ. പിടിച്ചു കളയാനില്ല. കഴിച്ചോ. മനസ്സിലായിട്ടോ, ഭയങ്കര വീഡിയോ എടുക്കാണെന്ന് മനസ്സിലായിക്കുന്നു. കടിച്ച് തിന്നോണ്ടിരിക്കട്ടോ. ഒരു പ്രശ്നമില്ല, ഒരു റിയാക്ഷനും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. അല്ല ചങ്ങായി, ഇത് പുളിയല്ലേ. ഫേസ് എക്സ്പ്രഷൻ കണ്ടോ, വെറുതെ. ഭയങ്കര ഇഷ്ട പുളി കേട്ടോ. അപ്പൊ ഇതാണ് മൂപ്പരവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞത് 31 ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് അവൾ എനിക്ക് എന്താ ഗിഫ്റ്റ് തന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല ബാറ്റേന്റെ ഒരു എന്താണ് നോർത്ത് സ്റ്റാറിന്റെ ഒരു ഷൂ ആണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് തന്നെ. ചെളിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇറന്നിട്ട് ചെളി ആയിട്ടുണ്ട് കേട്ടോ. വാങ്ങി തരാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, ഞാൻ ഇങ്ങനത്തെ ഒരു ഷൂ ഒരു 4 മാസം മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചെറിയൊരു അപകടം പറ്റി. ആ ഷൂ അന്ന് മേടിച്ചിട്ടുള്ളൂ. അന്ന് തന്നെ ആ ഷൂ നഷ്ടപ്പെട്ട് പോയി എന്ന് പറഞ്ഞാൽ, ആ വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത് ആ ഷൂ മൊത്തം കീറിപ്പോയി. അങ്ങനെ ഞാൻ ഒരു ഷൂ ഇവിടെ ഒഴിവാക്കി അങ്ങനെ ഇട്ടിരുന്ന ഷൂ കേട്ടോ. അപ്പൊ അങ്ങനെ എനിക്ക് എന്താ പറയാ ഒരു സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ സർപ്രൈസ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസമായിട്ടുള്ള ഷൂ വാങ്ങിയിട്ട് ആ ഒരു ദിവസം ആയപ്പോഴേക്കും അത് കേടായി പോയി, ആക്സിഡന്റ് സംഭവിച്ചപ്പോ. അപ്പൊ അപ്പൊ ഞാൻ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ആണ് അത് കാണിച്ചു. അപ്പൊ ഞാൻ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ആണ്, കാണുന്നുണ്ടോ? ഞാൻ ഡയമണ്ടിന്റെ ഒരു മൂക്കുത്തിയാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത്. കണ്ടല്ലേ? പക്ഷെ ഏറ്റവും വലിയ കോമഡി, ഞാൻ ഇതുവരെ മൂക്ക് കുത്തിയിട്ടില്ല. മൂക്ക് കുത്തണം കണ്ടോ? ഡയമണ്ടിന്റെ മൂക്കുത്തിയാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. മൂക്ക് ഞാൻ അടുത്ത ദിവസം തന്നെ കൊണ്ടുപോയി കുത്തും. ഒരു മൂക്കായി ഇടേണ്ട ആവശ്യമുണ്ട്. മൂക്കിട്ട് കുത്താൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ പറഞ്ഞതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനി
നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ.